ഹലോ ഗൈസ്, ഐ ആം അൻസർ ഡൂയിങ്. വെൽക്കം ബാക്ക് ടു അനദർ വൺ. എന്നത്തെയും പോലെ രാവിലെ എണീറ്റ് വർക്കിനിറങ്ങി. ഫ്ലോട്ടിംഗ് ക്യാഷ് വെച്ച് പെട്രോൾ അടിച്ച് ഡെലിവറീസ് 1 by 1 ആയി കംപ്ലീറ്റ് ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഡെലിവറീസിൻ്റെ ഇടയിലാണ് ഇവരെ 3 പേരെ മീറ്റ് ചെയ്തത്. ഒരു 3 പേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത്. അതിൽ ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടൻ ഒരു ലോട്ടറി എനിക്ക് കീറി തന്ന് പറഞ്ഞ് ഇതെടുത്തോ, എന്തായാലും അടിക്കും, അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കമ്മീഷനും തരണം കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞേച്ച് ഫുഡ് കഴിക്കാനായി നേരെ സമൃദ്ധിയിലോട്ട് പോയി. എന്നും ദോശ ഇഡ്ഡലി വട. ഇന്നൊരു ചേഞ്ചിന് വേണ്ടി കഞ്ഞി ഒടിച്ച് ഡെലിവറി പോകുന്ന ടൈമിലാണ് ഒരാളെ കണ്ടത്. ആൾക്ക് കാലുകൊണ്ടൊന്നും തീരെ വയ്യ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു 10 രൂപ കയ്യിൽ കൊടുത്തപ്പോൾ ആള് പറഞ്ഞ് എനിക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങിത്തരുമോ എന്ന് ചോദിച്ച്. ഞാൻ 3 പൊതി ചോറും വാങ്ങി ആളെ കാണാൻ പോയപ്പോൾ ആളവിടെ ഇല്ല. ഇത് നേരത്തെ ഫുഡിന് ബുദ്ധിമുട്ടുന്ന ഇഷ്ടം പോലെ പേരുണ്ട് എറണാകുളത്ത്. ഞാൻ ഓരോക്കെ കണ്ടുപിടിച്ച് ഓരോരുത്തർക്ക് കൊടുക്കൽ തുടങ്ങി. വിശപ്പ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെ. ഉള്ളവനില്ലാത്തവന് കൊടുത്തു കഴിഞ്ഞാൽ പടച്ചവൻ വാരിക്കോരി തരും എന്ന് പറഞ്ഞേക്കാറുണ്ട്. ലൈക്ക് എ പൊട്ടൻഷ്യൽ എനർജി. 2 പൊതി ചോറ് ഞാൻ കൊടുത്ത്, 1 പൊതി ചോറ് എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച്. കുറേ നേരം ഡെലിവറി ഓടി നിന്നപ്പോൾ എൻ്റെ ചെക്കനും വിശക്കൽ തുടങ്ങി. ഓനിക്ക് വേണ്ടത് ഓനക്കും കൊടുത്ത്. പിന്നെ ഞാനൊരു ചായ അടിക്കാൻ വേണ്ടി നേരെ അദ്രുഖാൻ്റെ ചായക്കടയിൽ പോയി. പണ്ട് ഇക്കാക്ക് കാസറ്റിൻ്റെ പരിപാടിയായിരുന്നു. അത് നിരോധിച്ചപ്പോൾ പിന്നെ 25 കൊല്ലമായിട്ട് 5 രൂപക്ക് അയാൾ ഇവിടെ കടികൾ ഇറ്റുകൊണ്ട് പോണ്. അങ്ങനെ പകല് രാത്രിയായി. ഗായ്സ്, ദിസ് ഈസ് നോട്ട് കട്ടർ, ദിസ് ഈസ് കിണർ. പിന്നെ 1, 2, 3 ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻസെൻറ്റീവ് അടിക്കാറായപ്പോൾ ഞാൻ ഓഫ്ലൈൻ ആക്കി. ബാക്കി ഉണ്ടായിരുന്ന ഒരു പൊതിച്ചോറ് ഞാനും എടുത്ത് കഴിച്ച്. ഓർഡർ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയ പൂച്ചക്കുട്ടിയുടെ കരച്ചിലേക്കണേ. പോയി നോക്കുമ്പോൾ തള്ളപ്പൂച്ച അതിനെ ഇട്ട് പോയതാ തോന്നുന്നുണ്ട്. നല്ല പേടിയുണ്ട് ആൾക്ക്. ഐ തിങ്ക് അതിന് വിശക്കുണ്ടാവും എന്ന് തോന്നിയിട്ട് ഞാൻ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ നിന്ന് കുറച്ച് ഫുഡ് വേസ്റ്റും കൊണ്ട് അതിന് കഴിക്കാൻ കൊടുത്തു നോക്കുമ്പോൾ അതിന് ഫുഡൊന്നും വേണ്ട. ആൾക്ക് കെയറിങ് ആണ് വേണ്ടേ. അങ്ങനെ അതിനെ എടുത്ത് ഞാൻ റൂമിലോട്ട് പോയി. ഇന്നത്തെ ദിവസവും ഇങ്ങനെ കഴിഞ്ഞ്. ബൈ ഗൈസ്.